ഒരു സമയത്ത് നടന്ന സംഭവം. അപ്പോൾ ജനങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. ആ ഗ്രാമത്തിന്റെ പേരാണ് മന്ത്രാച്ചൽ. 2 കള്ളന്മാർ രാത്രി സമയത്ത് മോഷ്ടിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു. അവർ രണ്ടുപേരും മുൻപേ തന്നെ ഒരുപാട് മോഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു മോഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. എടാ രംഗ, ഇന്ന് നിനക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? അതെന്താ എനിക്ക് കാണിക്കൂ. ഞാൻ എല്ലാം കണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറെ സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും മോഷണത്തിന് ശേഷം നിനക്ക് തൃപ്തിയായിട്ടില്ലേ? എന്താ, നിനക്ക് മാത്രം തൃപ്തിയായോ? എനിക്കും തൃപ്തിയായിട്ടില്ല. ഞാൻ കുറെ കാലമായിട്ട് എന്താ ആലോചിക്കുന്ന വെച്ചാൽ, നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് വലുതായിട്ടൊന്ന് മോഷ്ടിച്ചാലോ? ആ, അങ്ങനെ നമുക്ക് പോവാം. പോയിട്ട് നമുക്ക് വലിയ വീട്ടിൽ മോഷ്ടിക്കാം. ശരി, വാ, നമുക്ക് പോയി വലിയ വീടൊന്ന് കാണാം. ഇത് കണ്ട മുതലാളി വീട് പോലെ ഉണ്ടല്ലോ. ആ, അയാളുടെ വീട് തന്നെയാണ്. പിന്നെ ഈ ഗ്രാമത്തിലെ ഇയാളാണ് ഏറ്റവും വലിയ പൈസക്കാരൻ. നിനക്ക് അറിയാമോ? നീ പറഞ്ഞത് വളരെ ശരിയാണ്. വാ, തീർച്ചയായിട്ടും അതയാളുടെ എന്തെങ്കിലും ലോക്കർ ഉണ്ടാവും. ആ ലോക്കർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സാധനം എടുത്തു വെച്ചോളൂ. ആ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ലോക്കർ അവിടെ ഉണ്ട്. ദേ നോക്ക്. അവർ നേരെ ലോക്കറിനടുത്തേക്ക് ചെന്നു. രംഗ ആ ലോക്കർ തുറക്കാനായി ശ്രമിച്ചു. അയ്യോ, എത്ര നേരം ആവും? ഇന്നും നമ്മൾ തുറന്നിട്ടേ ഇല്ലല്ലോ. ആ, എന്റെ ചേട്ടാ, ഇത് ലോക്കറാണ്. ഇതൊന്നും പൂട്ടല്ല, ചുമ്മാ അമുക്കിയപ്പോ തന്നെ അങ്ങ് തുറക്കാൻ വേണ്ടി. നീ ഒന്ന് ക്ഷമയോടെ നിക്ക്. ആ, ശരി ശരി. അപ്പോഴാണ് ആ ലോക്കർ തുറന്നത്. പിന്നെ രംഗ സന്തോഷത്തോടെ ആ കതക് തുറന്നു. വാവ്, അത്ഭുതം തന്നെയാണ് ഗുരു. നീ തന്നെ അകത്ത് കണ്ടില്ലേ? പണം, സ്വർണം എല്ലാം ഉണ്ടല്ലോ. ആ, എടുത്തോളൂ, എല്ലാം എടുത്തേക്ക്. ഒരു നോട്ട് പോലും നമ്മൾ വിടാൻ പാടില്ല. എന്നാലേ മുതലാളിക്ക് കാര്യം അറിയുള്ളൂ. എടാ, ഒച്ചമക്കല്ലേ, ഇപ്പൊ പോവാം. അവരവിടെ ഉണ്ടായിരുന്ന എല്ലാ കാശും എടുത്തുകൊണ്ട് പുറപ്പെട്ടു പോയി. അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ തലവൻ ഉറക്കമെണീറ്റ് ലോക്കർ വെച്ചിരുന്ന അറയിലേക്ക് ചെന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ആ ലോക്കർ തുറന്നിരുന്നു. നോക്ക്, ഈ ലോക്കർ നീയാണോ തുറന്നിരിക്കുന്നത്? ഇല്ലല്ലോ, ഞാൻ ഒരു ലോക്കറും തുറന്നില്ലല്ലോ. നിങ്ങളാണ് മൂടാൻ മറന്നിരിക്കുക. തലവൻ രുക്മിണി പറഞ്ഞത് കേട്ടിട്ട് ആ ലോക്കർ കാണാനായി അടുത്തേക്ക് ചെന്നു. എന്റെ ദൈവമേ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? എല്ലാ പണം, സ്വർണം എല്ലാം ഇവിടെ നിന്ന് പോയിട്ടുണ്ടല്ലോ. തലവന്റെ ശബ്ദം കേട്ട് രുക്മിണി ആ അറയ്ക്കകത്തേക്ക് ഓടി. എല്ലാ കാശും എവിടേക്കാ പോയത്? എന്റെ ദൈവമേ, എന്താ ഇത് ഇങ്ങനെ ആകുന്നത്? ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രുക്മിണി? ഞാൻ ജീവിതം മുഴുവനും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഒറ്റ രാത്രിയിൽ പോയല്ലോ. നിങ്ങൾ ഈ ഗ്രാമത്തിന്റെ പ്രധാനിയല്ലേ? നിങ്ങൾ വേണം എന്തെങ്കിലും ചെയ്യാൻ. ഈ ഗ്രാമം മൊത്തം എപ്പോഴും കളവ് പോകുന്നു. പക്ഷെ ഈ പ്രശ്നം തീർക്കാൻ നിങ്ങൾ ഒരിക്കലും ഒരു നടപടിയും എടുക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ കണ്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിച്ചോണ്ട് പോയിരിക്കുന്നു. ആ കള്ളന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടി കുറെ ദിവസങ്ങളാവും, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും ശ്രമം എടുത്തേ പറ്റുള്ളൂ. ഞാൻ പോയിട്ട് പഞ്ചായത്ത് കൂട്ടാൻ പോവുകയാണ്. ഈ കാര്യം നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. പോകൂ, വേഗം എന്തെങ്കിലും ചെയ്യൂ. ഇവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കല്ലേ. തലവൻ അവിടെ നിന്നും പുറപ്പെട്ടു. പിന്നെ കുറച്ചു സമയത്തിനകം ഒരു മരത്തിനടിയിൽ ആ ഗ്രാമത്തിന്റെ പഞ്ചായത്ത് കൂട്ടി. എല്ലാരും നിന്നുകൊണ്ടിരുന്നു. ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട്. ഈ കള്ളന്മാർ എന്റെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ വീട്ടിലും മോഷണം നടന്നിട്ടുണ്ട്. ഇതൊന്നും ആദ്യത്തെ മോഷണം ഒന്നല്ല, ഇതുപോലെ കുറെ മോഷണം നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പഞ്ചായത്ത് കൂട്ടിയിട്ടില്ലല്ലോ. അതെ, അപ്പോഴൊക്കെ അദ്ദേഹം എന്താ പറഞ്ഞത്? രാത്രിയൊക്കെ വരികയുള്ളൂ ചെയ്യൂ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാനാന്ന് ഇങ്ങനെ കേട്ടിട്ടൊക്കെ ജനങ്ങളോട് പോവാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇയാൾക്ക് സംഭവിച്ചതിന് ശേഷം ഈ പഞ്ചായത്തൊക്കെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ആ അതെ, ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. രാത്രി വന്നിട്ടുണ്ടെങ്കിലേ ഇവർക്കും അറിയാലോ രാത്രി മോഷണം നടന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. ഞങ്ങളുടെ പണമൊക്കെ പാവപ്പെട്ടവരുടെ പണം തന്നെ നിങ്ങൾ കരുതിയത്. ഇദ്ദേഹത്തിന്റെ പണം എത്ര മുഖ്യമാണെന്ന് ഇയാൾ മനസ്സിലാക്കിയോ? അതേപോലെ നമ്മളുടെ പണം മുഖ്യമാണെന്ന് ഇയാൾ മനസ്സിലാക്കണം. ഇയാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞപ്പോൾ ഉടനെ പഞ്ചായത്തും കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനിക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർമ്മിപ്പിച്ചിട്ട് ലച്ചുവും ഗ്രാമത്തിലെ ജനങ്ങളും അവിടെ നിന്നും പോയി. തനിക്ക് സംഭവിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. പിന്നെ പ്രധാനി ഒരുപാട് നാണിച്ചു. അത് കാരണം അദ്ദേഹത്തിന്റെ മുഖം ആകെ നാണിച്ചു പോയി. തലവൻ അവിടെ നിന്നും തിരിച്ച് തന്റെ വയലിനെ നോക്കി നടന്നു. എല്ലാം എന്റെ തെറ്റ് തന്നെയാണ്. ജനങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ തലവനായാലും
ജനങ്ങളുടെ കഷ്ടങ്ങൾ എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. അവരെ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുമില്ല. പക്ഷെ ഇപ്പോഴാണ് അവരുടെ കഷ്ടങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇതൊക്കെ ഞാനിപ്പോ ശരിയാക്കണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുക? അപ്പോഴാണ് തലവന് വയലിൽ ഒരു കുഴിക്കകത്ത് എന്തോ കണ്ടത്. ആ കുഴിയിൽ എന്താ മിന്നിക്കൊണ്ടിരിക്കുന്നത്? തലവൻ ആ കുഴിയെ നോക്കി നടന്നു. അദ്ദേഹം കണ്ടു അതിലൊരു കല്ല് മിന്നിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു സർപ്പം ആ കുഴിയുടെ അടുത്തേക്ക് വന്നത്. അയ്യോ, പാമ്പ് പാമ്പ്, എന്നെ രക്ഷിക്കൂ! ശാന്തമായി നിൽക്കും മകനെ. ഈ പാമ്പ് സംസാരിക്കുന്നുണ്ടല്ലോ. ആ അതെ, എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. കാര്യം വിശേഷം അങ്ങനല്ലേ നടക്കുന്നത്. എനിക്ക് ഇപ്പോൾ 50 വയസ്സാവുന്നുണ്ട് മഹാരാജാവേ. നിങ്ങൾ എന്തിനാ എന്നെ മകൻ എന്ന് വിളിക്കുന്നത്? കാരണം ഞാൻ 1000 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ എനിക്ക് മകനല്ലേ? എന്നോട് ക്ഷമിക്കൂ നാഗരാജ. പക്ഷെ നിങ്ങൾ എന്നെ ഇവിടുന്ന് പോവാൻ വിടണം. ഞാനൊന്നും നിങ്ങളുടെ നാഗമണി കക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതല്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്റെ അടുത്ത് വരം ചോദിക്കൂ. വരമോ? അതെ, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതല്ല. നാഗമണി ഏതൊരു മനുഷ്യന്മാരും കാണാനേ പാടില്ല. അതുകൊണ്ട് നീ എന്റെ അടുത്ത് വരം ചോദിക്കൂ. ഇത് എന്റെ തെറ്റാണ്. ഞാൻ നിന്നെ മണി കാണാൻ സമ്മതിച്ചു. വരം കിട്ടിയതിനു ശേഷം നീ ഈ മണി കണ്ട കാര്യം നീ മറന്നുപോകും. പിന്നെ ആ വരമും പിന്നെ എന്നെ മാത്രമേ നിനക്ക് ഓർമ്മയുണ്ടാവില്ലോ. വരമോ? പ്രഭു, ഈ കാര്യം എനിക്ക് വളരെ സന്തോഷമുള്ളതാണല്ലോ. അത് പിന്നെ കുറച്ച് ദിവസം മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വൈദ്യം വൈദ്യരൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ പഞ്ചായത്തിന്റെ തലവനായതുകൊണ്ട് അത് ചെയ്യാനുള്ള എനിക്ക് കടമ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താ ചോദിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ രാത്രിയിൽ ഞങ്ങൾക്ക് വിളിച്ചു തന്നേക്ക്. പിന്നെ ഗ്രാമത്തിൽ മോഷണം നടക്കാൻ പാടില്ല. എന്നെ കൊണ്ട് നിനക്ക് ഈ വരം തരാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ. നീ വേറെ ചോദിച്ചോളൂ. ഇല്ല പ്രഭു, ഈ വരം നിങ്ങൾ തരികയാണെന്ന് തന്നേക്ക്. എനിക്ക് എന്റെ ഗ്രാമത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രം തീർത്താൽ മതി. അതും ശരി തന്നെ. പക്ഷെ കാലാവസ്ഥനെതിരായിട്ട് ഏതൊരു വരം തരുന്നത് എന്റെ കയ്യിലും ഇല്ല. പക്ഷെ ഞാൻ നിനക്ക് ചില വിത്തുകൾ തന്നേക്കാം. നീ അത് ആ വയലിലങ്ങ് വിതച്ചേക്ക്. ശരിയായിട്ട് 1 മാസം കഴിഞ്ഞ് നിന്റെ ഗ്രാമത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു പോകും. വളരെ നന്ദിയുണ്ട് പ്രഭു. പ്രധാനി വളരെ സന്തോഷത്തോടെ തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും ഒരു പഞ്ചായത്ത് കൂട്ടി. എന്താണ് കാര്യം? രാത്രിയുള്ളത് പകലാക്കാനുള്ള കാര്യം നിങ്ങൾ വേഗം കണ്ടുപിടിച്ച മുതലാളി. ഇന്നും കുറച്ചു നേരേ ബാക്കിയുള്ളൂ. നിങ്ങൾ മുഖ്യമായ കാര്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. ഞങ്ങൾ പുറപ്പെട്ടു പോവുകയാണ്. ഇല്ല ഇല്ല, ഒന്ന് നിൽക്കൂ. ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കൂ. പറയൂ. ഞാൻ വഴി വന്നിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. തലവൻ അവരെല്ലാരോടും നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ വിത വിതയ്ക്കുന്നോണ്ട് നമ്മുടെ രാത്രി പ്രശ്നം എങ്ങനെയാ തീരാൻ പോകുന്നത്? അത് നാളെ നമ്മൾ വയലിൽ പോയി കണ്ടാലേ നമുക്കത് അറിയുള്ളൂ. നിങ്ങൾ എല്ലാവരും രാത്രി എന്റെ വയലിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. എന്നാലും നാളെ ഒന്ന് ഞാൻ കാണാൻ മുതലാളി. നിങ്ങൾ പറയുന്നത് സത്യമാണോ കള്ളാണോ എന്ന് അറിയാലോ. അടുത്ത ദിവസം ഉച്ച സമയത്ത് എല്ലാരും അവരവരുടെ ജോലി തീർത്തിട്ട് തലവന്റെ വയലിലേക്ക് വന്നു. എന്നിട്ട് നോക്കി, അവിടെ വളരെ വലുതായി പൂസണിക്ക വളർന്നിരുന്നു. അതിൽ 2 കണ്ണുകളും ഒരു വായും ഉണ്ടായിരുന്നു. ഇതാണോ നമ്മുടെ പ്രശ്നത്തിന്റെ തീർവുള്ള മുതലാളി? അതെ, ഇത് തന്നെയാണ്. നല്ല ശ്രദ്ധയോടെ നിങ്ങൾ നോക്കൂ. ഇപ്പോൾ വെളിച്ചമുള്ളത് കൊണ്ടാണ് ഇതിന്റെ വെളിച്ചം വളരെ കുറവായിട്ട് കാണുന്നത്. പക്ഷെ ഇത് തീർച്ചയായിട്ടും വെളിച്ചം തന്നേക്കും. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്? ഗ്രാമത്തിലുള്ളവരെല്ലാവരും ഇത് അവരുടെ വീട്ടിലേക്ക് എടുത്തിട്ട് പോയിക്കോ. പിന്നെ ഗ്രാമത്തിലുള്ള തെരുവിലൊക്കെ ഇതൊരു കമ്പം കെട്ടി അങ്ങ് വെച്ചേക്കണം. എന്നാലേ രാത്രി ആർക്കും മോഷ്ടിക്കാൻ പറ്റാത്തത്. നിങ്ങളോട് സംശയമുണ്ടായതിന് ഞങ്ങളോട് ക്ഷമിക്കണം മുതലാളി. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നന്ദി പറയാൻ ഒരു കാര്യമില്ല. എന്റെ വീട്ടിൽ മോഷണം നടന്നപ്പോഴാണ് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന എനിക്കത് മനസ്സിലായത്. വളരെ നന്ദിയുണ്ട്. ഞങ്ങളിത് വീട്ടിലെടുത്തിട്ട് പോയി വെച്ചേക്കാം. അവിടെ നിന്നും എല്ലാരും ഓരോരോ പൂസണിക്ക എടുത്തുകൊണ്ടുപോയി. പിന്നെ കുറച്ചു ദിവസങ്ങളായി ആ ഗ്രാമം മൊത്തം രാത്രി സമയത്ത് നല്ല തിളങ്ങിക്കൊണ്ടിരുന്നു. ഇന്ന് വീണ്ടും മുഴുചന്ദ്രന്റെ രാത്രിയാണ്. പിന്നെ മന്ത്രാച്ചൽ പുതിയ രീതിയിലുള്ള പൂസണിക്ക കാരണം തിളങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് 2 വേഷം ധരിച്ചവർ ആ ഗ്രാമത്തിനകത്തേക്ക് വന്നത്. അയ്യോ, ഇതെന്താണ്? മൊത്ത ഗ്രാമം ഇത്രയും വെളിച്ചമായിട്ടും ഉണ്ടല്ലോ. അങ്ങനെ പകല് പോലെയാണ് ഇത് കാണുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് എങ്ങനെ മോഷ്ടിക്കാൻ പറ്റും? ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ.
ആ പ്രശ്നമായിട്ടുണ്ട്. എന്നാലും ഒരു പ്രശ്നമില്ല. ഇവിടെ വെളിച്ചം മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ജനങ്ങളെല്ലാരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. നീ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. ശരി, വാ പോവാം. പോയി നമുക്ക് നമ്മുടെ ജോലി നോക്കാം. ആ നോക്കാം. രണ്ടുപേരും വന്ന് വീണ്ടും തലവന്റെ വീട്ടിൽ വന്നു നിന്നു. ഈ മുതലാളിയുടെ അടുത്ത് കുറെ പണം ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണല്ലേ മൊത്ത ഗ്രാമത്തിന് വെളിച്ചം കൊടുക്കുന്ന പോലെ ഈ പൂഷ്ണിക്ക് അവര് വാങ്ങി വെച്ചിരിക്കുന്നത്. അതെ, വാ പോയി നമുക്ക് നോക്കാം. രണ്ടുപേരും വളരെ ബുദ്ധിപൂർവ്വം ഒച്ചയുണ്ടാക്കാതെ ആ വീടിന്റെ കതക് തുറക്കാൻ പോയി. അപ്പോഴാണ് പെട്ടെന്ന് ആ പൂസണിക്ക അവരെ കെട്ടിയിട്ടത്. എന്നെ വിട്, എന്നെ വിട്. രണ്ടുപേരുടെ ശബ്ദവും കേട്ട് ലച്ചു, മൽക്കാൻ, തലവർ പിന്നെ രുക്മിണി ചില നിമിഷങ്ങൾക്കകം അവിടേക്ക് എത്തി. കള്ളൻ, കള്ളൻ, കള്ളൻ. അല്ല ദുഷ്ടന്മാരെ, ഈ വെട്ടത്തിലും നിങ്ങൾ എന്ത് ധൈര്യത്തിലാ മോഷ്ടിക്കാനാ ഇറങ്ങിയത്? നല്ല കാര്യമായിട്ട് ആ നാഗദേവത്തിന്റെ ആശീർവാദം കൊണ്ട് ഈ മാന്ത്രിക പൂഷണിക്ക് നമ്മൾ രക്ഷപ്പെടുത്തി. മുതലാളി, ഞങ്ങളോട് ക്ഷമിക്കണം മുതലാളി. ഇനി ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. നിങ്ങളുടെ എല്ലാം ഞങ്ങൾ തിരിച്ചങ്ങ് തന്നേക്കാം. പക്ഷെ ഇതിന്റെ അടുത്ത് ഞങ്ങൾ രക്ഷപ്പെടുത്തു. അതെ, എല്ലാരും പൂഷ്ണിക്ക കഴിക്കും. പക്ഷെ ഈ പൂഷ്ണിക്ക ഞങ്ങൾ കഴിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് പേടിയാവുന്നത്. അവര് നിങ്ങളെ കഴിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഓടിയല്ലോ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കണം. രണ്ട് കള്ളന്മാരും അവരുടെ അത്യാഗ്രഹം കാരണം പിടിപെട്ടു. ഇപ്പോൾ ആ പൂസണിക്കയുടെ തിളക്കം കാരണം ആ മൊത്ത ഗ്രാമവും രക്ഷപ്പെട്ടു.